ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ മെട്രോ നമ്മൾ ഇതിന്റെ മുന്നേ ഒരുപാടധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഹോം അപ്ലയൻസ് എല്ലാതും കുറഞ്ഞ വില, മൂന്നിലൊന്ന് വില എന്ന് നമ്മൾ പറയുന്നത്. പകുതി വില തന്നെ കൂട്ടിക്കോളി. പകുതി വിലക്ക് കൊടുക്കുന്ന ഒരു ഷോറൂമാണിത്, ഒരു കടയാണിത്. നമ്മളെ ഹോം അപ്ലയൻസ് പറയുമ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാന്, അങ്ങനെയുള്ള AC, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പൊ നമ്മള് മുസ്താഖാന്റെ കടയാണ്. നമ്മള് ചെർപ്പളശ്ശേരി. കറക്റ്റ് ലൊക്കേഷൻ അതുപോലെ തന്നെ ഫുള്ള് ഡീറ്റെയിൽസ് മുസ്താഖ പറഞ്ഞുതരും. അപ്പൊ ഒരുപാടധികം കടകൾ ഇട്ടിട്ടുണ്ട്. മലബാർ മെട്രോ, അതുപോലെ തന്നെ മലബാർ ഇലക്ട്രോ, അങ്ങനെ മലബാർ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം കടകളുണ്ട്. അപ്പൊ നമുക്ക് നേരെ മുസ്താഖാൻ തന്നെ ചോദിച്ചോക്കാം. ആൾ ഇവിടെ ഉണ്ട്, ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെർപ്പളശ്ശേരി കൃഷ്ണപ്പടി പട്ടാമ്പി റോഡിൽ, ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ ഒരു 4 കിലോമീറ്റർ വരുമ്പോൾ കൃഷ്ണപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മളെ മലബാർ മെട്രോ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് മുസ്താഖാനോട് നേരിട്ട് തന്നെ ചോദിച്ചു. അപ്പൊ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പോവുക. അതിൽ തന്നെ ഉണ്ടോ എല്ലാം ഒന്നായിട്ട് തൊട്ട് പോയിക്കോളി. തൊട്ടടുത്ത ബെല്ലൈക്കണൊക്കെ അടിച്ചാണ്ട് പൊട്ടിച്ചോളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് എഴുതാം. മുസ്താഖ് ഇപ്പൊ അതാ ഉള്ളിലുണ്ട്. നമുക്ക് മുസ്താഖാനത്ത് നേരെ ഡീറ്റെയിൽ വെച്ച് നോക്കാം. പോരി. അപ്പൊ മുസ്താഖ, എന്തൊക്കെ പരിപാടി? അടിപൊളി പരിപാടിയാണ്, അടിപൊളി പരിപാടിയാണ്. നമ്മളിപ്പോ നമ്മളിപ്പോ കൊറേ കടകളിട്ടു. അതിനെ അത് ചോദിക്കാൻ വേണ്ടി വരുന്നു. എവിടേക്ക് ഒരുപാടധികം കടകളിട്ടുണ്ട്, അത് എവിടേക്കെന്ന് പറഞ്ഞു. അതായത് നമുക്ക് കട വന്ന എവിടെ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ആദ്യം തുടങ്ങിയ ഈ ഇത് ഇവിടെ നമുക്ക് നെല്ലായ പാലക്കാട് ജില്ലയിലെ നെല്ലായ കൃഷ്ണപ്പടി എന്ന സ്ഥലത്തിട്ടു. പിന്നെ നമ്മൾ അതിന്റെ അടുത്ത് തന്നെ വേറൊരു കട ഇട്ടു. പിന്നെ നമ്മൾ അൽഹംദുലില്ലാ നമ്മള് എറണാകുളത്ത് കട ഇട്ടു. ഇപ്പൊ നമ്മള് മണ്ണാർക്കാട് കട ഇട്ടിട്ടുണ്ട്. പെരിന്തമണ്ണയിലും ഉണ്ട് നമുക്ക് കട. അതേമാതിരി നമുക്ക് തിരൂര് കട ഉണ്ട്. അതേമാതിരി ഇപ്പൊ ചങ്ങരംകുളത്ത് കട ഇട്ടിരിക്കുന്നു. അതേമാതിരി തന്നെ അൽഹംദുലില്ലാ നമുക്കിപ്പോ തിരുവനന്തപുരത്ത് നെക്സ്റ്റ് പെരുന്നാൾ കഴിഞ്ഞ ഈ ആഴ്ച ഉദ്ഘാടനമാണ്. അതുപോലെ നമുക്ക് അലനല്ലൂര് അവിടെ നമുക്ക് പുതിയ കടകൾ വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ചുരുക്കം പറഞ്ഞതിനുകൊണ്ട് നമുക്കൊരു 50 ഷോപ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു അടുത്ത കൊല്ലം നമുക്കൊരു 50 ഷോപ്പ്, നമ്മൾ ഈ വിലക്കുറവിന്റെ ഈ സ്ഥാപനം. എന്തൊക്കെ ഇവിടെ നല്ല വിലക്കുറവുള്ള സാധനങ്ങൾ? നല്ല വിലക്കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കാം. ഇത് നമുക്ക് അടിപൊളി മിക്സിയാ. അടിപൊളി മിക്സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിക്സി നമുക്ക് 4500 5000 ഉള്ള മിക്സി. അതൊക്കെ നമ്മൾ കൊടുക്കും വെറും 2400 രൂപക്കാണ്. അതെ, ഷോപ്പിൽ പുറത്ത് ഷോപ്പിൽ വിൽക്കണ വില. അതേമാതിരി തന്നെ ഈ സാധനമൊക്കെ നമുക്ക് 2 കുക്കറാണ് വരുന്നത്. 2 കുക്കർ ഉണ്ടോ, ഒരു 3-ന്റെയും അതേമാതിരി തന്നെ 5-ന്റെ കുക്കറാണ്. ഈ കുക്കറൊക്കെ നമുക്ക് ഏകദേശം 2000 രൂപ വില വരുന്ന സാധനം. ഈ സാധനമൊക്കെ നമ്മൾ കൊടുക്കുന്നത് 1200 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അതേമാതിരി സ്റ്റവ് കണ്ടോ, ഈ സ്റ്റവ് ഒക്കെ 2800 രൂപ വിലയുള്ള പിജിഒന്റെ സ്റ്റവ് ആണ്. ഈ സ്റ്റവ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വെറും 1700 രൂപ. അതേമാതിരി സ്റ്റവ് എന്നല്ല, മിക്സികൾ ഉണ്ടോ, മിക്സികൾ ഇതൊക്കെ 2000 രൂപ കൊടുക്കുന്ന മിക്സി. അത് അങ്ങനെ കുറെ മിക്സികളുണ്ട്. ഇതൊക്കെ 5 കൊല്ലം 3 കൊല്ലമൊക്കെ വാറണ്ടി ഉള്ള സാധനം. വാറണ്ടി കൊടുക്കാൻ ഒക്കെ കമ്പനി വാറണ്ടി ഉള്ളതാണ്. എന്ത് കേട് വന്നു കഴിഞ്ഞാലും സാധനം വീട്ടിൽ വെച്ചാൽ മതി. ആ സാധനം വീട്ടിൽ വന്ന് കമ്പനിക്കാർ നേരേക്ക് തരും. ഇല്ല, വീട്ടിൽ വന്ന് നേരെ. അതേമാതിരി ഇതുണ്ട് തേങ്ങ ചെറിയ വിഷയമാണ്. അത് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ്. കാരണം നമ്മൾ തേങ്ങ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ തേങ്ങ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി. 5500 രൂപ ഉള്ള സാധനം ഇത് നമ്മൾ 4400 രൂപ കൊടുക്കും. ഇതിനൊക്കെ 5 കൊല്ലം 3 കൊല്ലം ഒക്കെ വാറണ്ടി ഉള്ള. അതേമാതിരി ഇത് ഫ്രഷ് ജ്യൂസറാണ്. ഇതാ ഇരിക്കണല്ലേ, ഫ്രഷ് ജ്യൂസറാ. ഇതൊക്കെ 6000 രൂപ ഉള്ള സാധനം. ഈ സാധനമൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും 2800 രൂപക്കാണ്. അതേമാതിരി സ്റ്റൗവുകൾ എല്ലാ ഐറ്റം ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ഐറ്റങ്ങളൊന്നും ഇപ്പൊ മുഴുവനും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആവൂല, അതൊന്നും ആരും കാണൂല. അപ്പൊ നമ്മളെ കടകൾ ഇപ്പൊ ഏകദേശം എല്ലായിടത്തും കൂടി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ അതിന്റെ അടുത്തുള്ള ആളുകളൊക്കെ കടയിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിന്റെ വില വ്യത്യാസങ്ങൾ മനസ്സിലാവും. അതേമാതിരി 3 ബർണർ 4 ബർണർ, പിന്നെ നമുക്കിപ്പോ മഴക്കാലാണ് വെള്ളം ചൂടാക്കുന്ന സാധനമാണല്ലേ, വെള്ളം ചൂടാക്കുന്ന ഹീറ്റർ ഉണ്ട്. അതേമാതിരി ടവർ ഫാനുകൾ, എല്ലാ സാധനങ്ങളും ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ പകുതി വിലക്കാണ് ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. അതേമാതിരി കുക്കറുകൾ, ഐറ്റംസുകൾ, ഇതൊക്കെ നല്ല അടിപൊളി പാത്രങ്ങൾ. ഇതൊക്കെ നമുക്ക് 1500 1700 ഒക്കെ ഉള്ള സാധനം 800 900 രൂപയ്ക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അതേമാതിരി ഓവൻ ഉണ്ട്, OTG ഉണ്ട്. എല്ലാ സാധനം പറഞ്ഞാല് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫാനുകൾ, കാലിഫാനൊക്കെ നമുക്ക് ഏകദേശം 3500 4000 രൂപ ഫാൻ. അതൊക്കെ നമ്മൾ 2300 2400 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, ഏത് ഫ്രിഡ്ജ് വാങ്ങിയാലും നമ്മളെ കടയിൽ സ്റ്റാൻഡ് ഫ്രീ ആണ്. പിന്നെ പത്തിരി ഇടാൻ പറ്റണേ ഇതല്ലോ. ഇതിനൊക്കെ എന്താ വെച്ചാൽ 3 കൊല്ലം വാറണ്ടി. ഇതിന്റെ ഇതെല്ലാം കോട്ടിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ ചട്ടിയാണ് തരും. അത്രയും നല്ലതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പകുതി വിലക്കാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേമാതിരി എണ്ണ ഇല്ലാതെ പൊരിക്കുന്നതാണ്, എണ്ണ ഇല്ലാതെ എയർ ഫ്രയർ ആണിത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കടയിൽ വന്നാൽ മതി. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളെ പേരുണ്ട്. സിംഗിൾ സ്റ്റവ് ഉണ്ട്, സിംഗിൾ ബർണർ സ്റ്റവ് ഉണ്ട്, 3 ബർണർ ഉണ്ട്, 4 ബർണർ ഉണ്ട്, സ്റ്റീല് ഇതൊക്കെ 4 ബർണർ 5 കൊല്ലം വാറണ്ടി ഉള്ള.
ഇതൊക്കെ വാറന്റിയോട് കൂടിയിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാ. ഒരുപാടധികം സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നമ്മൾ പറഞ്ഞു. അതെ 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 ഒരുപാട് സബ്ബുകൾ വരുന്നുണ്ട്. സബ്ബൊക്കെ ഈ സബ്ബൊക്കെ നമുക്ക് 70,000 ഉറുപ്പ്യുള്ള സാധനം. അത് നമുക്ക് വെറും 18,800 ഉറുപ്പ്യൊക്കെ വെക്കുന്നത്. 2 മൈക്ക് ഉണ്ട്, ഭയങ്കര സൗണ്ട്. ഫുള്ള് സെറ്റാ, ഭയങ്കര സൗണ്ടും കാര്യങ്ങളും. നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെയാണ്. ഇതിനൊക്കെയാണ് നമ്മള് നല്ലൊരു 3-1 വില. അതെ 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 അതെ. ഫ്രിഡ്ജിന് ഇതിനൊക്കെ എങ്ങനെ ഇപ്പത്തെ റേറ്റും കാര്യങ്ങളൊക്കെ? ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ കടയിൽ ചെന്നിട്ട് ഇപ്പൊ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങാന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമുക്കൊരു 18,000-19,000 ഉറുപ്പ് കൊടുക്കണം സിംഗിൾ ഡോറിന്. നമ്മള് ഇങ്ങനത്തെ ഡബിൾ ഡോർ 30,000-35,000 ഉറുപ്പ ഉള്ളതൊക്കെ നമ്മൾ വെറും 18,500 ഉറുപ്പ്യക്ക വേണ്ട, വെറും 18,500 ഉറുപ്പ്യക്കാണ് നമ്മളത്. ഇത് പറഞ്ഞാൽ എല്ലാ സാധനം ഇപ്പൊ നമുക്ക് ഇത് കാണുമ്പോ തന്നെ ഇതിപ്പോ ബോക്സ് ഒന്ന് ഊരിയിട്ട് നമ്മൾ പുറത്ത് വെച്ചിക്കാണ്. ബോക്സ് ഒന്ന് ഊരിയിട്ട് നമ്മൾ പുറത്ത് വെച്ചിക്കാണ്. ക്ലീൻ പീസാണ്. ചിലപ്പോ ചില പീസുകൾ പുറത്തു കൂടെ എന്തെങ്കിലും ചെറിയ കുത്തുമുള്ളി ചിലതും ഉണ്ടാവും. അത് കുത്തുമുള്ളി ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അതൊക്കെ ഓരോ ലെക്കാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഇതൊക്കെ കമ്പനി സാധനമാണ്. അതെ, ഇങ്ങനെ വിലക്കുറവ് പറയുമ്പോ എല്ലാരും ചോദിക്കുന്നുണ്ടാവും ഇതൊക്കെ പോക്ക് സാധനക്കാരനൊക്കെ. അപ്പൊ ഒക്കെ കമ്പനി സർവീസ്, കമ്പനി വാറന്റി ഒക്കെ ഉള്ളതാണല്ലോ. 10 വർഷം വാറന്റി അങ്ങനെയൊക്കെയുള്ള എല്ലാം കാണിച്ചു. പിന്നെ ഇതിന്റെ പുറത്തെ കവർ അത് നമ്മള് പേര് ചെന്നിട്ട് നമ്മളോട് ഊരിയാൽ മതി. അതല്ല ഇതിന് വേറെ ഇതൊക്കെ നല്ല ക്ലീൻ, നല്ല രസമുള്ള നല്ല ക്ലീൻ പീസാണ്. 10 വർഷത്തെ വാറന്റി ഉണ്ട്. 10 വർഷത്തെ വാറന്റി ഉണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടെ നിങ്ങളെ പെരയിൽ ഈ സാധനം എത്തിച്ചു തരുന്നതാണ്. അല്ല എല്ലാ ഫ്രിഡ്ജും ഇത് ഹയറിന്റെ ഫ്രിഡ്ജാ. ഇതൊക്കെ അല്ല ഒക്കെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമർക്ക് ചിലവർ ഇത് ഹയറിന്റെ ഒട്ടിച്ചാന്നൊക്കെ ചോദിച്ചു. ഹയറിന്റെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ പിറ്റേസ് നമ്മളെ ജയിലിൽ കൊണ്ടുപോയിടും. അതായത് നമുക്ക് വേറൊരു കമ്പനിയുടെ സാധനം നമുക്ക് ചെയ്യാനൊന്നും പറ്റൂല. ഇത് ഗോദ്രേജിന്റെ ഫ്രിഡ്ജാ. ഇത് സിംഗിൾ ഡോർ 4 സ്റ്റാർ 10 കൊല്ലത്തെ വാറന്റി ഉള്ള ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജില്ലേ, ഈ ഫ്രിഡ്ജ് നമുക്ക് 18,000 ഉറുപ്പ്യ ഉള്ള സാധനം. ഇത് നമുക്ക് വെറും 13,000 ഉറുപ്പ്യക്ക് സാധനം പെരീക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. അതേമാതിരി ഇത് വേർപൂളിന്റെ കൺവെർട്ട് മോഡുള്ളതാ. 21,000 രൂപ ഉള്ള ഫ്രിഡ്ജ്. അത് ഈ ഫ്രിഡ്ജ് നമുക്കൊരു 14,500 ഉറുപ്പ്യക്ക് നമുക്കിത് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് 10 വർഷം വാറന്റിയും ഗ്യാരണ്ടി ഉണ്ട്. ഇത് ഗോദ്രേജ് ആണ്, ഇത് വേർപൂൾ ആണ്. അങ്ങനെ നമുക്ക് എല്ലാ കമ്പനിയുടെ സാംസങ്, LG എല്ലാ കമ്പനിയുടെ. പിന്നെ നമുക്ക് ഒരുപാടധികം ഫാന്, കൂളർ, അങ്ങനത്തെ വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഇത് കൂളറാണ്. ഇത് വലിയ കൂളർ. ഇത് നമുക്ക് ഹാളിലൊക്കെ വെക്കണ വലിയ കൂളർ. നമ്മൾ പരിപാടി സ്റ്റേജിലൊക്കെ വെക്കണ. ഇതൊക്കെ 16,000-17,000 രൂപ ഉള്ള. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും 6,800 രൂപയ്ക്കാ. അതേമാതിരി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ 48,000 രൂപ ഉള്ള. 48,000 രൂപ ഉള്ള സാധനം വെറും 21,000 രൂപ. അതേമാതിരി ഉണ്ട് നമുക്ക് ഫാനുകൾ. ഈ ഫാനുകളൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് 1,300-1,400 രൂപ ഉള്ള വില വരുന്നതാണ്. നമുക്ക് 900 രൂപ 980 രൂപയാണ്. ഇതിനൊക്കെ നമുക്ക് വാറന്റിയും ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. എല്ലാ സാധനവും നമുക്ക് ഫാനാണെങ്കിലും ഇസ്തിരിപ്പെട്ടി ആണെങ്കിലും അതേമാതിരി കാർ വാഷ് എല്ലാ സാധനം ഏത് സാധനമാണെങ്കിലും നമ്മൾ വാങ്ങിയിട്ട് അത് നിങ്ങൾ പെരി കൊണ്ടുവച്ചാൽ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ പെരിന്ന് പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. കേടെന്നാ കേടെന്നോട്ട് ഇരുന്നോട്ടെ. അവിടെ വന്ന് കമ്പനിക്കാർ നിങ്ങൾക്ക് ഇതൊക്കെ നേരെയാക്കി തരും. നമ്മള് ഷോപ്പിൽ നിന്നല്ല കേട്ടോ വരുന്നത്, നേരെ കമ്പനിന്നാണ് ആള് വന്നിട്ട് കമ്പനിക്കാർ വന്നിട്ടാണ് ഇതൊക്കെ നേരെയാക്കി തരും. പിന്നെ നമുക്ക് കേട്ടോ ഒരുപാടധികം വേറെ ഫ്രിഡ്ജുകളുണ്ട്, കുറെ കണക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളതിന് ഓരോന്നും എടുത്ത് കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ അതൊരു ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട്, നമ്മളെ കണ്ണാടി വരുന്നത് നിന്ന് നമ്മള് അതിലാണ്ട് കാണും. അങ്ങനത്തെ ഇതൊക്കെ നല്ല വില കൂടിയ സാധനമല്ലേ. ഇത് വില ഉണ്ട്. ഇതിന് നമുക്ക് 33-34 ഉറുപ്പ്യൊക്കെ വില ഉള്ളതാണ്. പക്ഷെ നമ്മളിത് കൊടുക്കുന്ന വെറും 19,800 ഉറുപ്പ്യക്കാണ്. 19,000. അതെ 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 അതെ. ഇതിനൊക്കെ 10 വർഷത്തെ വാറന്റിയും ഗ്യാരണ്ടി ഒക്കെ ഉള്ള സാധനങ്ങളാണ്. അടിപൊളി സാധനമാണ്. ഇതിനൊന്നൊരു കുത്തോ പുള്ളിയോ ഒന്നും ഉണ്ടാവില്ല. ഇതില് ചില 100 എണ്ണം എടുക്കുമ്പോ അതിലൊരു 10 എണ്ണൊക്കെ ചെറിയ ഒരു കുത്തോ പുള്ളി ഉണ്ടാവും. അതെ പുറത്തുണ്ട്. അതെ 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 അതെ. അല്ലാതെ വേറെ ഒരു ഇതും ഉണ്ടാവില്ല. അതെ അതെ. അത് നമുക്ക് 1 കൊല്ലത്തിനുള്ളിൽ കേട് നമുക്ക് റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. അതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കണ്ട ഇത് CFL-ന്റെ ഇപ്പൊ കറണ്ട് ബില്ല് ഭയങ്കര പ്രശ്നമല്ല. ഇത് CFL-ന്റെ കറണ്ട് എടുക്കണേ. നമുക്ക് 34,000 രൂപ കറണ്ട് എടുക്കുള്ളൂ. വേർപൂളിന്റെ കമ്പനിയാണ്. ഇത് 34,000 രൂപ ഉള്ള സാധനമാണ്. ഈ സാധനം അതേമാതിരി നമുക്ക് ഒരു 19,800 രൂപ 3 ഡോർ അടിച്ചത്. 3 ഡോറ്. ഇതൊരു ഡോറ്, ഇത് കണ്ടില്ലേ. ഇത് നമുക്ക് പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നത്. ഇത് നമുക്ക് കൂട്ടാനും ചോറും കൂട്ടാനൊക്കെ വെക്കണത്. ഇത് നമുക്ക് ഇറച്ചി മീനൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ഗോദ്രേജിന്റെ തന്നെയാണ്. ഇത് വേറെ ഫ്രിഡ്ജാണ് കണ്ടില്ലേ. ഇതൊക്കെ വലിയ ഫ്രിഡ്ജാണ്. 40,000-50,000 രൂപ ഉള്ള ഫ്രിഡ്ജാണ്. ഇതൊക്കെ 21,000 രൂപ
അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട്. ഇതൊന്നും നമ്മളിങ്ങനെ പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് പറയുമ്പോഴേക്ക് നമുക്ക് ഇതൊന്നും എത്തിപ്പെടാൻ കഴിയൂല. അത്രയും ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്രിഡ്ജിന്റെ എല്ലാതും ഫുള്ള് പക്കയാണ്, നീറ്റാണ്. ഇതിന്റെ സ്റ്റാൻഡ് ഇതിന്റെ ഫ്രീ ആയി. സ്റ്റാൻഡ് നമ്മളാ 450 റുപ്യ തന്നെ സ്റ്റാൻഡ് എല്ലാ ഫ്രിഡ്ജിന്റെ കൂടെ നമ്മള് ലോങ്ങൊക്കെ ആൾക്കാർ ഇത് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കാം. ഇനി എത്തിച്ച് ഒരു കുറെയൊക്കെ നമ്മള് പീടികയിൽ എത്തിക്കുന്നുണ്ട്. ഇനി നല്ല പീടിക എല്ലാത്തോടത്തും കൂടെ നമുക്ക് എവിടെ നിന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ എത്തിക്കുന്നുണ്ട്. കാസർഗോഡ് പീടിയുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. കാസർഗോഡും തിരുവനന്തപുരത്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞാല് പെരുന്നാൾ കഴിഞ്ഞാല് നമ്മളെ കട ഓപ്പണിംഗ് ആണ്. ഇത് ചിമ്മിണിയാണ്. ഇതൊക്കെ 10 റുപ്യ വരെയുള്ള സാധനം. ഇതിനൊക്കെ വെറും 3800 റുപ്യ ഉള്ളൂ. സ്ലീക്ക് പെയിന്റാമെന്റ്സിന്റെ കമ്പനിയുടെയാണ് ഇത്. എല്ലാം ടിവിയാണ്. എല്ലാം ടിവിക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടിവിക്ക് നമ്മൾ എപ്പോഴും നമ്മളിത് ടി വി വില കുറവ് തന്നെയാണ്. എപ്പോഴും ടി വി വില കുറവ് പറഞ്ഞാൽ എപ്പോഴും ടി വി വില കുറവാണ്. ഇത് നമുക്ക് 50 ഇഞ്ചിന്റെ ടി വി ആണ്. 50 ഇഞ്ചിന്റെ ടി വി ആണിത്. ഈ ടി വി നമുക്ക് ഏകദേശം 48,000 റുപ്യ വില വരും. 48 റുപ്യ. അത് കണ്ട 3 കൊല്ലത്തെ വാറണ്ടി ഉണ്ട്. എന്ത് കേടുവന്നതിനാണ് പെരയിൽ വന്ന് നേരേക്ക് തരും. ഫുൾ വാറണ്ടി. ഡിസ്പ്ലേ പോയി എന്നുണ്ടെങ്കിൽ അതിൽ ലൈനൊക്കെ വീണതിനാല് ടി വിയാണ് മാറ്റി തരും. പിന്നെ യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ എല്ലാ സംഗതികളും കിട്ടുന്ന ടി വി ആണ്. ഇപ്പൊ ക്ലബിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുക. ഈ പന്തലിക്ക് ഈ ക്ലബിലേക്കും മറ്റേ ചെറുക്കന്മാര് ചെറിയ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുന്ന സംഗതികളുണ്ടല്ലോ, അതിലേക്കൊക്കെയാണ് ഈ സാധനങ്ങൾ അധികവും പോവുക. ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും 26,800 റുപ്യക്കാ. നേർ പകുതി അതിലും കമ്മി. 3-1 വിലക്കാണ് നമ്മൾ 50 ഇഞ്ച്. അതേമാതിരി ഇതില് നമുക്ക് 32 ഇഞ്ച് 32 ഇഞ്ചിന്റെ ടി വിക്കൊക്കെ നമുക്ക് വെറും 6,000 റുപ്യ ഉള്ളൂ. 32 ഇഞ്ചിന്റെ 6,000 റുപ്യ. ഇത് 43 ഇഞ്ചാ. ഇതിപ്പോ 43 ഇഞ്ചിന്റെ ടി വി ആണെങ്കിൽ നമുക്ക് 28,000 റുപ്യ ഇതിന്റെ വില. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വെറും 16,500 റുപ്യ. 16,500. എല്ലാ സാധനവും ഇതിൽ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക്. അതായത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആ ടി വി ഇരിക്കുന്നോടത്ത് ഇതേമാതിരി ഇരിക്കുന്നോടത്ത് അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ അവിടെ കമ്പനിക്കാർ വന്നിട്ട് അവിടെ നേരേക്ക് തരും. ഇത് 65 ഇഞ്ച്. ഈ 65 ഇഞ്ചിന്റെ ടി വി നമുക്ക് ഏകദേശം ഒരു 33,000 റുപ്യക്കായിട്ട് നമുക്ക് കൊടുക്കാം. 65 ഇഞ്ച്. അത് അടിപൊളി ടി വി ആണ്. 4 വർഷത്തെ വാറണ്ടി ഉണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് ഓവണുകൾ ഉണ്ട്, OTG ഉണ്ട്. ഇതൊക്കെ നമുക്ക് 8,000 10,000 റുപ്യക്ക് വില വരുന്ന സാധനം 4,500 5,000 റുപ്യക്കായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ കളിക്ക് നമുക്ക് ഇങ്ങനെ സ്പീക്കറുകൾ, സബ്ബുകളുണ്ട്. സബ്ബുകളൊക്കെ അതൊക്കെ മൈക്കും കാര്യമൊക്കെ ഉള്ള നമുക്ക് 10,000 റുപ്യ ഉള്ള സാധനമൊക്കെ നമുക്ക് 5,500 6,000 റുപ്യക്കായിട്ട് നമുക്ക് കൊടുക്കാം. ടി വികളിൽ ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ലോഡ് വരുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഈ സ്പീക്കറുകൾ ഇതുമ്പോ ഒന്നും കൂടി ഉണ്ട്. ഇതിങ്ങനെ മൊത്തം നമുക്ക് ഇതൊക്കെ കണ്ട. ഇതൊക്കെ നമുക്ക് 8,000 റുപ്യ ഉള്ള സാധനം. ഈ സാധനം നമുക്ക് ഒരു 3,500 റുപ്യക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേമാതിരി ഇത് നമുക്ക് 8,000 റുപ്യന്റെ സാധനം. ഇത് 3,500 റുപ്യക്ക് കൊടുക്കുക. ഇതൊക്കെ എല്ലാ സാധനവും ചെറിയ വിലക്ക്. എല്ലാ സാധനവും നമ്മൾ ചെറിയ. അതാണ് നമ്മളെ ഈ കട ഇങ്ങനെ വ്യാപകമായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മളൊരു കട എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ഇതാണ് ആൾക്കാർക്ക്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മള് ചെർപ്പളശ്ശേരി കൃഷ്ണപടിക്കല്ലേ, പട്ടാമ്പി റോഡില്. പിന്നെ അടുത്ത് പറയുന്നത് നമുക്ക് കുറച്ച് വാഷിംഗ് മെഷീനുകൾ ഉണ്ടല്ലേ, സെമി ഓട്ടോമാറ്റിക്. ഉണ്ട്. ഈ സെമി ഇങ്ങോട്ട് വാ. ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇത് 11 കിലോന്റെ വാഷിംഗ് മെഷീനാണ്. 11 കിലോന്റെ വാഷിംഗ് മെഷീനാണ്. 20,000 റുപ്യ ഇതിന്റെ വില. ഇത് കണ്ട സ്റ്റീൽ ഡ്രമ്മ കണ്ട. ഉള്ളില് രണ്ടും 20,000 റുപ്യാണ് ഇതിന്റെ വില. ഇത് കണ്ട 20,000 റുപ്യ ഉള്ള സാധനം. ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും 13,500 റുപ്യക്കാ. സാധനം 13,500. സാധനങ്ങൾ 5 കൊല്ലത്തെ വാറണ്ടി ഉണ്ട്. ഇത് സ്മാർട്ട് ആണ്. പിന്നെ എന്തൊക്കെ HD ഡിജിറ്റൽ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അതിനെ പറ്റിയിട്ട് മുഴുവൻ പറയാൻ. പക്ഷേ ഇത് അടിപൊളി കണ്ടമാനം നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു മെഷീനാണിത്. ഇത് ടോപ്പ് ലോഡ്. ഇത് ടോപ്പ് ലോഡാണ്. ഇത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കേട്ടോ. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. 10 വർഷം വാറണ്ടി ഉള്ളതാണ്. 10 വർഷം വാറണ്ടി ഉള്ള ഈ മെഷീൻ 20,000 റുപ്യ ഉള്ളതാണ്. 20,000 റുപ്യ ഉള്ള ഈ സാധനം നമുക്കൊരു 13,000 റുപ്യക്ക് കൊടുക്കാം. ഇതൊക്കെ അതേമാതിരത്തെ മെഷീനുകളാണ്. അത് വേർപൂളാണ്. ഇത് സാംസങ് ആണ്. കണ്ട ഇത് സാംസങ്ങിന്റെ മെഷീൻ. അങ്ങനെ എല്ലാതും നമുക്ക് ചെറിയൊരു വിലക്ക് നമുക്ക് കൊടുക്കാണ്ട്. ഇതൊക്കെ നമുക്ക് സാധനമായിട്ടല്ലേ ഹൈഡ്രോളിക് തന്നെ പതിക്കൻ അടിയുന്ന സാധനമാണ് അത്. പിന്നെ അതേമാതിരി തന്നെ ഇത് നമുക്ക് സെമിയാണ്. സെമിയുടെ 11 കിലോ തന്നെയാണ്. ഇത് സാധാ സ്റ്റീൽ ഡ്രം അല്ല, സാധാ ഡ്രം. നമുക്ക് എത്ര വലിയ സാധനങ്ങൾ വാങ്ങേണ്ടതിലുള്ള അല്ല. ഇത് കണ്ട നിങ്ങൾക്ക് അതിന്റെ അടി കണ്ട. ഇത് നല്ല അടിപൊളി മെഷീൻ തന്നെ. നല്ല അടിപൊളി മെഷീനാണിത്. ഇത് നമുക്ക് ഏകദേശം 21,000 റുപ്യ ഉള്ളതാ. ഇത് നമുക്ക് 13,500 റുപ്യക്ക്
നമുക്ക് ഇതും കൊടുക്കാം. ഇത് നല്ല അത് സ്റ്റീൽ ഡ്രം ആണ്. അതെ, ഇത് നോർമലാണ്, അത് സ്റ്റീലും ആണ്. അതാണ് ഇപ്പൊ ഇതിന്റെ വ്യത്യാസം. പിന്നെ 5 കൊല്ലത്തെ വാറന്റിയാണ്. സാധനം അവിടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരെയാക്കി തരും. അതെ, അത് അതിന്റെ തന്നെ കുറച്ച് 10.2 10 കിലോന്റെ ആണ്. ഇതിലും വലിയ പുതപ്പൊക്കെ ഇടാം. ഇത് നമുക്ക് 12,500 വരുള്ളൂ. ചെറിയ മാറ്റങ്ങൾ. നമ്മളിപ്പോ ഒരു 10-14 ഷോറൂമുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. മണ്ണാർക്കാട് ഉണ്ട്, അതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് പല ഷോറൂമുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് ചോദിക്കണോട് തോന്നണ്ട, നമ്മള് വെറുതെ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചു. നമുക്കിപ്പോ ഇതിലൊക്കെ നിങ്ങൾ പാർട്ണർഷിപ്പ് ഉണ്ടോ അതോ നിങ്ങൾ സ്വന്തമായിട്ടാണോ തുടങ്ങിയിട്ടുള്ളത്? ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തോനം പീടികയുള്ള അത്ര തോനം വലിയ പൈസ ഉള്ള ആളൊന്നല്ല. നമുക്ക് ചെറിയൊരു പൈസ ഉള്ളൂ നമ്മളെടുത്ത്. അപ്പൊ അതിനിങ്ങനെ നമ്മളെ കുറെ ആളുകളെ സഹായം കൊണ്ട് തന്നെയാണ് നമ്മൾ പീടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മളെ ഈ ചെറുപ്പശ്ശേരി കൃഷ്ണപ്പടിയിലുള്ള കട നമ്മുടെ ഒറ്റയ്ക്കുള്ള കടയാണ്, അതിൽ വേറെ ആരുമില്ല. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഈ 13 കടയിലും ആ നാട്ടിലത്തെ ആളുകൾ തന്നെയാണ് ആ കട നടത്തുന്നത്. അപ്പൊ അവര് ഏകദേശം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു 30 ലക്ഷം ഉറുപ്പ്യന്റെ കടയെന്ന് വിചാരിക്കുക. 30 ലക്ഷം ഉറുപ്പ്യന്റെ കടയെന്നുണ്ടെങ്കിൽ അതിലൊരു 10 ലക്ഷം ഉറുപ്പ്യുള്ളൂ ഇന്ത്യ ഉണ്ടാവുള്ളൂ. ബാക്കി 20 ലക്ഷം ഉറുപ്പ്യം ആ കട ആ ഏത് നാട്ടിലാണെങ്കിലും ആ കട ഇടുന്ന ആളുകൾ ഈ 20 ലക്ഷം ഉറുപ്പ്യ മുടക്കുന്ന ആൾ തന്നെയാണ് അവിടെ കടയിൽ ഇരിക്കുകയും ചെയ്യുക. അപ്പൊ അവര് കടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പൈസയിൽ ഇട്ട് കൊടുക്കുക. അല്ലാതെ നമ്മളിപ്പോ പൈസ മുടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, 1000 കട ഇടാനുള്ള ആൾക്കാരുണ്ട്. പൈസ ഇട്ടാരാ പുസ്തക ഞാൻ പൈസ ഇട്ടാരാന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പൈസ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് കട ഇട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ ഈ അധികം ഈ പ്രവാസികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇനി ഞാൻ പോകണില്ല, നാട്ടിൽ എന്തെങ്കിലും ഇടപാട് തുടങ്ങണമെന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർ അങ്ങനത്തെ ആളുകളെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കട ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 30 ലക്ഷം റുപ്യന്റെ കട വെച്ചാൽ 10 ലക്ഷം റുപ്യ നമ്മളും 20 ലക്ഷം റുപ്യ ഓരും. അങ്ങനെ നമ്മൾ ഓർക്ക് സാധനം ഇട്ട് കൊടുക്കും, നമ്മൾ കട ഉദ്ഘാടനം ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ കസ്റ്റമറെ നമ്മൾ ഒരു കൂട്ട് കൊടുക്കും. കസ്റ്റമർ നമ്മുടെ തന്നെയാണ് കസ്റ്റമറുകൾ മുഴുവൻ കിടക്കുന്നത്. അപ്പൊ ഈ കസ്റ്റമറെ നമ്മൾ കടയിൽ കൂട്ട് കൊടുക്കുമ്പോൾ കടയിൽ ഇരുന്നിട്ട് വരുന്ന കസ്റ്റമർക്ക് സാധനങ്ങൾ നേരെ കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അതേമാതിരി കടകൾ ഇടാൻ കുറെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അങ്ങനെ ഇപ്പൊ നമുക്ക് കട ഇടാനായിരുന്നു 20 ലക്ഷം ഉറുപ്പ്യ 4-5 ഷട്ടർ റൂമിലും വേണം. 5 ഷട്ടറിലും ഉണ്ടെങ്കിലേ നമുക്ക് ചെറിയൊരു കട ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇടാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പൈസ മുടക്കി പീടികയിൽ ഇരിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഇത് പറഞ്ഞാലും ചെയ്യണ്ട. അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ സൈറ്റിൽ വരും, എന്നിട്ട് റൂം നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വന്നിട്ട് നമുക്ക് ആ പീടിക സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇപ്പൊ ഇതിന്റെ ലാഭം ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം നമുക്ക് ഇപ്പൊ നിൽക്കുന്ന ആൾക്ക് ഒരു കൂലി ഉണ്ടാവും, അതേമാതിരി റൂമിന്റെ വാടക എല്ലാ ചെലവും കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് 3000 രൂപ കിട്ടിയെന്നുണ്ടെങ്കിൽ 2000 രൂപ അവിടെ നിൽക്കുന്ന ആൾക്കും 1000 രൂപ നമുക്കും കിട്ടും. അത് എല്ലാ മാസം അതിന്റെ പ്രോഫിറ്റ്. അതിലേക്ക് എന്ത് സാധനങ്ങളാണ് വേണ്ട സാധനങ്ങൾ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു സാധനം ആ ഷോപ്പിൽ വിറ്റാ പോകാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനം തിരിച്ചെടുത്തിട്ട് വേറെ സാധനം അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ ബാക്കിലാണെന്ന് കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കള്, നമ്മളെ സ്നേഹിതന്മാര്, ഒരുപാട് ഉസ്താദന്മാര്, അതുമാതിരി ഒരുപാട് പ്രവാസികളൊക്കെ നമ്മളെ ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ 30,000-40,000 തന്നെ പോയി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ ആകുമ്പോൾ ഈ ചെറിയൊരു വിലക്ക് ഈ സാധനം അവർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരാണ്. അപ്പോൾ അവരുടെ ഒരു ദുആ നമ്മളെ ഈ സ്ഥാപനങ്ങളൊക്കെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ചിത്രമുള്ള ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരുപാട് അധികം സാധനത്തിന്റെ പറയാത്തതും ഉണ്ട് കേട്ടോ. ചെറിയൊരു വീഡിയോയിലാണ്ട് ഒതുക്കിക്കാണ് എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് പറഞ്ഞിട്ട്. ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ഫ്രിഡ്ജ് തന്നെ പല രീതിയിൽ പല കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ ഈ ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽ മാത്രം പറഞ്ഞാൽ പിന്നെ മറ്റിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ, വിളിച്ചാൽ കിട്ടുന്ന നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി വിളിച്ച് കോൺടാക്ട് ചെയ്ത് മാത്രം വരിക. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചാൽ പൊട്ടിച്ചോളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.